കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക. രുക്മിണി, പല അഭ്യാസങ്ങളും കാണിച്ച് നീ ഞങ്ങളെ വരട്ടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നീ തേക്കൊള്ളി കൊണ്ട് നീ നിന്റെ തല ചൊറിയ. ഞങ്ങള് കാണാൻ പോയിരുന്നു, പക്ഷെ ഹരീഷ് അവിടെ ഇല്ലായിരുന്നു. ശ്രീ വിഷമിക്കണ്ട, ശ്രീയെ കാണാൻ ഹരീഷ് വരും. ഷുവർ. നിനക്ക് എവിടെ നീട്ടി നമ്പര്? അവൻ തരികടയല്ലേ, അപ്പൊ ഞാനൊരു തരികട കാണിച്ചു. ദീപകിന്റെ ഫോണിൽ നിന്ന് ഞാൻ ഈ നമ്പർ അങ്ങ് എടുത്തു. ഈ സിം എടുത്തിരിക്കുന്നത് ഒരു നന്ദന പിള്ളയുടെ പേരിലാണ്. നന്ദന പിള്ള? യെസ്, തീർന്നിട്ടില്ല. അവളുടെ അച്ഛന്റെ പേരേട്ടാ നീ ഞെട്ടും. ആരാ അവളുടെ തന്തപ്പടി? ഒരൊന്നൊന്നര തന്തപ്പടിയാ, മിസ്റ്റർ അനന്തം പിള്ള. കറക്റ്റ്. എന്റെ അസംഷൻ വളരെ ശരിയാ. പക്ഷെ അവൾ ഇന്ത്യയിലില്ല, അമേരിക്കയില. ആ, അപ്പൊ 100% ശരി തന്നെ. നന്ദന പിള്ള. പക്ഷേ ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ പോക്കോട്ടെ. ആ ശരി. നന്ദന പിള്ള. ഒന്നിനെയും വെളിയിലോട്ട് കാണുന്നില്ലല്ലോ. ഒരാവശ്യത്തിന് നോക്കിയാ ഈ രാധമ്മയെ പോലും കാണൂല. ആ, അമ്മ എന്തേ? ഇല്ല, ഇങ്ങ് വാ. എന്താ സാവിത്രി? എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ആ അമ്മണിക്കളവിടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യ. എന്നാലും പറയാനുള്ളത് പറയണമല്ലോ. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നീ പറയേ. പറയാം, പക്ഷേ പറയുന്ന കാര്യം പിന്നീട് എനിക്ക് വിനയാവരുത്. എവിടെയൊക്കെ പറയുന്നോ അവിടെ പോയി എരന്ന് മേടിക്കുന്ന സ്വഭാവക്കാരിയാ ഞാൻ. എന്നെ സാവിത്രിക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ പറയാന്ന് വെച്ചത്. ഹരീഷ് ശ്രീലക്ഷ്മി ഉപേക്ഷിച്ചേക്കും. രുക്മിണി ഡിവോഴ്സ് നടത്താനുള്ള തയ്യാറെടുപ്പിലാ. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ഓടി വന്ന് പറഞ്ഞത്. രാധമേ, ഒരു വിവാഹമോചനം നടക്കും. രുക്മിണി! ഓഹോ, പിന്നെയും കയറി വന്നോ? നാണോ ഇല്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? അല്പം മുമ്പ് അടിച്ചിറക്കിയതിന് തുല്യം ഇറക്കി വിട്ടതല്ലേ, പിന്നെ ഇങ്ങനെ ഉളുപ്പില്ലാതെ കയറി വന്നിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു കാര്യം കേട്ടു. അതുടനെ വന്ന് ചോദിച്ചില്ലെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ല. അതാ ഞാൻ ഓടി വന്നേ. എന്ത് കാര്യമാ നീ കേട്ടത്? എന്റെ മോള് ശ്രീലക്ഷ്മിയും ഹരീഷും തമ്മിലുള്ള വിവാഹമോചനം നിങ്ങൾ നടത്താൻ പോകുന്ന ഞാൻ കേട്ടു. ആ സാവിത്രി എന്നോടിത് പറഞ്ഞത്. അത് രുക്മിണി പറഞ്ഞത് തന്നെയാണോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ആ, ഞാൻ പറഞ്ഞത് തന്നെയാ. എന്താ സംശയം? നിങ്ങളുടെ മകളെ എന്റെ മകന് വേണ്ട, അത് തന്നെ. അമ്മേ, അമ്മ എന്ത് മര്യാദകളായി പറയുന്നത്? വിവാഹമോചനോ? ആർക്ക്? നീ മിണ്ടരുത്. നിന്നെ അനുസരിക്കാത്ത പെണ്ണിനെ നിനക്ക് വേണ്ട. അമ്മേ, അവളുടെ വീട്ടുകാരെയും കൂട്ടി നിന്നെ നാണം കെടുത്തുവല്ലേ? എന്റെ മകൾ അവളുടെ ഭർത്താവിനെ ഇതുവരെ നാണം കെടുത്തിയിട്ടില്ല. മോശമായിട്ട് ഒരു വാക്ക് പോലും ഇവനെ കുറിച്ച് അവൾ പറഞ്ഞിട്ടുമില്ല. നിന്റെ മകളെ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. കാലക്കേടിന് ഒരു സഹതാപം തോന്നി എന്റെ മകൻ അവളെ കെട്ടിപ്പോയി. സഹതാപം തോന്നാൻ എനിക്കൊരു മകളുണ്ട്. അവളൊരു പാവ. അവള് കല്യാണം കഴിക്കണേ ഹരീഷേന്ന് ഞാനോ വേണുവേട്ടനോ മറ്റാരെങ്കിലോ ഇവനോട് അപേക്ഷിച്ചിട്ടുണ്ടോ?
ഇവനും അവൾക്ക് ഒരുപോലെ ഇഷ്ടമായിരുന്നോണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നാ ഇനി അവളുമായി ജീവിക്കാൻ എന്റെ മകന് താല്പര്യം ഇല്ല. താല്പര്യമില്ലെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞ ആരെ സമ്മതിക്ക? അവൻ പറയട്ടെ. അവൻ പറയും. അവനെ അവന്റെ അമ്മ അനുസരിച്ച് ജീവിക്കുന്ന മകനാ. അമ്മ അനുസരിച്ച് ജീവിക്കുന്ന മക്കളാരും ഈ നാട്ടിൽ പെണ്ണ് കെട്ടാറില്ലേ? എന്റെ മകൻ രാജു അവൻ എന്നെ അനുസരിച്ച് ജീവിക്കുന്നവനാ. എന്നിട്ട് അവൻ പെണ്ണ് കെട്ടിയില്ലേ? അവന്റെ ഡിവോഴ്സ് നടത്താൻ ഞാൻ ദാഹിക്കുന്നുണ്ടോ? കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക്. രുക്മിണി, പല അഭ്യാസങ്ങളും കാണിച്ച് നീ ഞങ്ങളെ വരട്ടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നീ തേക്കൊള്ളി കൊണ്ട് നീ നിന്റെ തല ചൊറിയ. നീ കളിക്കല്ലേ രുക്മിണി? ഞങ്ങൾ കളി പഠിപ്പിക്കുവേ. വേണ്ട വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കും തോറും നീ കേറി കേറി വന്നങ്ങ് വിളയാ. മര്യാദയ്ക്ക് മാന്യമായി ജീവിക്കുന്നവരെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ രുക്മിണി, നീ എന്നേക്കുമായി മരണം കാലത്ത് കട്ടിലിൽ കിടക്കേണ്ടി വരും. ഓർമ്മിച്ചോ? ഹരീഷേ, നീ ക്ഷമിക്ക്. എന്നെക്കൊണ്ട് ഇവളിത് പറയിപ്പിക്കുന്നതാ. നിർമാല്യവും ദീപാരാധനയും തൊഴുത് വളർന്നവളാ ഞാൻ. നാവിലൂടെ നല്ലത് മാത്രം പറഞ്ഞ് ശീലിച്ചവള്. ഹോ, ചിലരോട് സംസാരിക്കുമ്പോ അറിയാതെ നമ്മളിൽ അഴുക്ക് പടരും. എന്നോട് ക്ഷമിക്ക് മോനെ. അവിടെ ശ്രീ നിന്നെ കാത്തിരിക്കുക, നിന്നെ മാത്രം. അവളിതുവരെ നിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ അവളെ നീ കരയിപ്പിച്ച നീ കരയേണ്ടി വരും. അത് മറക്കണ്ട. അമ്മ എന്തൊക്കെ അനാവശ്യങ്ങൾ ഈ പറഞ്ഞു പരത്തുന്നേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നാട് മുഴുവൻ പറയുവാ നിന്റെ ഭാര്യയായിരുന്നവക്കേ ഭ്രാന്താന്ന്. ഇനി ഒരിക്കലും പ്രസവിക്കാത്ത അവളെ നീ ഉപേക്ഷിച്ചെന്ന്. നീ ചെന്ന് നാട്ടുകാരോട് മറുപടി പറയടാ. അളിയന്റെയും അമ്മായച്ചന്റെയും തല്ല് മേടിച്ച് നടക്കുന്ന നട്ടലില്ലാത്തവൻ, നാണമില്ലാത്തവൻ. രാധമ്മേ, കരയാതെ കാര്യം എന്താണെന്ന് പറ. മോളെ, ഹരീഷ് ശ്രീലക്ഷ്മി ഉപേക്ഷിക്കാൻ പോവാ. ഉപേക്ഷിക്കാൻ പോവാണെന്നോ? ഇതാര് പറഞ്ഞു? ആ രുക്മിണി. രുക്മിണിയോ? അവര് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരോട് പോവാൻ പറ രാധമ്മേ. ഹരീഷ് എന്തെങ്കിലും പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. എന്റെ മോള് ശ്രീലക്ഷ്മിക്ക് അവന് ജീവനാ. ഈ കാര്യം വലുത് അവൾ അറിഞ്ഞ അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുന്ന എന്റെ പേടി. ഒന്നും ഉണ്ടാവില്ല രാധമ്മേ. ഇതൊക്കെ ആ രുക്മിണി വെറുതെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത്. രുക്മിണി ഡിവോഴ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ ഹരീഷ് സമ്മതിക്കില്ല. ഹരീഷിനോട് നമുക്ക് മറ്റു പലരെ കൊണ്ട് സംസാരിപ്പിക്കാം. ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താം. രാധമ്മ കരയല്ലേ? ശ്രീലക്ഷ്മി വിഷമിക്കും. വാ, ഒന്നും ഉണ്ടാവില്ല.